ഇറാനിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കരയുദ്ധത്തിന് യുഎസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. സംഘർഷം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായി 3500 യുഎസ് സൈനികർ കൂടി മിഡിൽ ഈസ്റ്റിലെത്തി. ഇതോടെ മേഖലയിലെ യുഎസ് സൈനിക സാന്നിധ്യം ഏകദേശം 50,000 വർദ്ധിച്ചു. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈക്കലാക്കുക, ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്ന് കരുതപ്പെടുന്നു. പ്രത്യേക സേനയെ ഉപയോഗിച്ചുള്ള മിന്നൽ ആക്രമണങ്ങൾക്കും പദ്ധതിയുണ്ട്. റിപ്പബ്ലിക്കൻ സെനറ്റർ ജെയിംസ് ലംഗഫോർഡ് കരയുദ്ധത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞെങ്കിലും കൃത്യമായ ലക്ഷ്യങ്ങൾ ബോധ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഡെമോക്രാറ്റിക് സെനറ്റർ കോറി ബുക്കർ ഈ നീക്കത്തെ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്നാണ് വിശേഷിപ്പിച്ചത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടങ്ങുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുഎസ് സൈന്യം ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ അവരെ ചെറുത്തു തോൽപ്പിക്കുമെന്നും യുഎസ് സഖ്യകക്ഷികളെ കഠിനമായി ശിക്ഷിക്കുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ പറഞ്ഞു. ഈ യുദ്ധത്തിനായി പെന്റഗൺ $200 ബില്യൺ അധികമായി ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനോടകം തന്നെ ഇന്ധനവില വർധനവ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആഘാതങ്ങൾ ആഗോളതലത്തിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുൻപ് വിദേശ യുദ്ധങ്ങളിൽ സൈന്യത്തെ അയക്കില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കരയുദ്ധത്തിന് ട്രംപ് അനുമതി നൽകുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. തന്റെ മുന്നിലുള്ള എല്ലാ സാധ്യതകളും പെന്റഗൺ പരിശോധിക്കുകയാണെന്ന് കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കി.